വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് മരിക്കാന്ന്. അപ്പം പെട്ടെന്ന് അവർ വിളിച്ചിട്ട് പറഞ്ഞു അമ്മ ആശുപത്രിയിലുള്ള ഇവിടെ ശ്വാസം മുട്ടലാന്ന്. ചെന്ന് നോക്കുമ്പോൾ ഭയങ്കര ഒരു മുകളിലോട്ടൊരു ശ്വാസം വന്നാൽ പിന്നെ താഴോട്ട് വരില്ല. മൈസൂരിൽ നിന്ന് ടെസ്റ്റ് ചെയ്താലും പറഞ്ഞ് വാൽവിന് തകരാറാണ്, പിന്നെ കരൾ മാറ്റി വെക്കണം. അതിന് കരൾ കണ്ടത് കൊടുക്കാന്ന്, പക്ഷെ അതിന് 40 ലക്ഷം ഉറുപ്പ്യ വേണം. 4000 രൂപ കയ്യിലില്ല. ഓപ്പറേഷൻ വല്ലതും ചെയ്യണമെന്നും എല്ലാം പറഞ്ഞു. അതൊരു ബട്ടൺ വെക്കണമെന്ന് പറഞ്ഞു. ഹോൾ അടയ്ക്കണമെന്ന് പറഞ്ഞു. ഹോൾ അടക്കണമെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ പ്രാർത്ഥിച്ച കർത്താവേ, ശരീരത്തിൽ ഡോക്ടർമാർ കത്തിവെക്കാനും ദൈവം കത്തിവെക്കാനും ഇടയായാൽ ഞാനിങ്ങനെ സാക്ഷ്യം പറഞ്ഞോളാം. അത് 4 ദിവസം കൂടെ ജീവിച്ചിരിക്കത്തുള്ളൂ. അത് കഴിഞ്ഞാൽ മരിച്ചു പോകുന്നതാണ്. അതെ, മരിച്ചു പോകും. കർത്താവിന്റെ അനുഗ്രഹത്താൽ ഇന്നും ജീവിക്കുന്നു. ഇന്ന് എന്റെ പരം വന്നിട്ടുണ്ട്. കൈകൾ അടിച്ച് കർത്താവിനെ സ്തുതിച്ചാൽ. പത്മിനി എന്ന് പറഞ്ഞ അമ്മ നമ്മളോടൊപ്പം ഉണ്ട്. അമ്മ പ്രൈസ് ദി ലോർഡ്. അമ്മ കണ്ണൂരിൽ എവിടെ നിന്നാണ് വരുന്നത്? ഇരിട്ടി എന്നാണ് വരുന്നത്. അമ്മയ്ക്ക് 2 സാക്ഷ്യമാണ് പറയാനുള്ളത്. ഒന്ന് മോൾക്കുണ്ടായൊരു സാക്ഷ്യം, 2 മോനുണ്ടായൊരു സാക്ഷ്യം. 2023 മോൾക്ക് എന്താ സംഭവിച്ചത്? മോക്ക് ഏപ്രിൽ മാസം 15-ാം തീയതി വിഷു ആയിരുന്നു. അന്ന് പെട്ടെന്ന് ഒരു ശ്വാസം മുട്ടൽ വന്ന് അവിടെ കർണാടകയിലാണ് കല്യാണം കഴിച്ചത്. പെട്ടെന്ന് അവർ വിളിച്ചിട്ട് പറഞ്ഞു അമ്മ ആശുപത്രിയിലുള്ള ഇവിടെ ശ്വാസം മുട്ടലാന്ന്. ചെന്ന് നോക്കുമ്പോൾ ഭയങ്കര ഒരു മുകളിലോട്ടൊരു ശ്വാസം വന്നാൽ പിന്നെ താഴോട്ട് വരില്ല. അങ്ങനെ ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ ഓരോ പ്രാർത്ഥനക്കാരെല്ലാവരോടും വിളിച്ച് പ്രാർത്ഥിപ്പിച്ച് അവിടുന്ന് അവർ മൈസൂരിൽ കൊണ്ടുപോയി. മൈസൂരിൽ നിന്ന് ടെസ്റ്റ് ചെയ്താലും പറഞ്ഞ് വാൽവിന് തകരാറാണ്. പിന്നെ അത് 10 ദിവസത്തെ ഗുളിക കൊടുത്ത് പറഞ്ഞയച്ച്. അത് വന്ന് കഴിഞ്ഞ് ഉടനെ വന്നപാട് അന്ന് തന്നെ ഇവിടുന്ന് മകളെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മേ മോന് സുഖമില്ല, മോന് ഛർദിയാന്ന്. പിന്നെ ഞാൻ കൂട്ടി ആസ്പത്രിയിലേക്ക് പോക്കാന്ന് പറഞ്ഞു. അവൾ കൂട്ടി ആസ്പത്രിയിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് മദ്യപാനം കരളും പോയിന്. അല്ല, ഈ മോളുടെ ജീവിതത്തിലെ ഒന്ന് വ്യക്തമാക്കി ഒന്ന് പറയാമോ? അത് ഇത് 2 ഓപ്പറേഷൻ. മോള് ഹോസ്പിറ്റലായിരുന്നോ? ഈ ശ്വാസം മുട്ടല് നേരത്തെ എന്തെങ്കിലും മറ്റു പ്രയാസം ഉണ്ടായിരുന്നോ? പെട്ടെന്നുണ്ടായിരുന്നു ശ്വാസം മുട്ടൽ വന്നു. അതിനു മുമ്പ് വേറെ ആരോഗ്യ പ്രയാസമൊന്നും ഇല്ലായിരുന്നു? ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ അവര് പറയുന്നത് ചെറുപ്പത്തിലുണ്ടായിരുന്നു. അങ്ങനെ ചെറുപ്പത്തിലൊന്നും കണ്ടില്ല. അങ്ങനെ ഈ ശ്വാസം മുട്ടൽ ഉണ്ടായി ഹോസ്പിറ്റലിൽ പോയി. ആ സമയത്ത് ഡോക്ടർമാരെന്താ പറഞ്ഞത്? ഡോക്ടർമാർ അന്നേരം പിന്നെ ആർട്ട് ടെസ്റ്റ് ചെയ്ത് മൈസൂരിൽ കൊണ്ടുപോയി സ്കാനിങ് ചെയ്താലും പറഞ്ഞ് പിന്നെ ഇത് വാൽവിന് തകരാറാണ് സ്കാനിങ് ചെയ്ത്. പിന്നെ ഒരു 3-4 മാസത്തേക്ക് ഗുളിക കൊടുത്ത് പറഞ്ഞയച്ച്. പിന്നെ 2ാമത്തെ ടെസ്റ്റ് ചെയ്ത് ഓപ്പറേഷൻ വല്ലതും ചെയ്യണമെന്നും എല്ലാം പറഞ്ഞു. അതൊരു ബട്ടൺ വെക്കണമെന്ന് പറഞ്ഞു. ഹോൾ അടയ്ക്കണമെന്ന് പറഞ്ഞു. ആണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ അസീന സിസ്റ്ററോട് കൂടി പ്രാർത്ഥിപ്പിച്ച്. പിന്നെ പ്രാർത്ഥന വിളിച്ച് പ്രാർത്ഥിച്ച്. പിന്നെ അതുപോലെ തന്നെ പിന്നെ അവരെ ബ്രദറും സന ബ്രദറും അവരെല്ലാം കൂടി സഭ ഒരുമിച്ച് എല്ലാവരും കൂടെ പ്രാർത്ഥിച്ച്. ഞാനിങ്ങനെ പ്രാർത്ഥിച്ച കർത്താവേ, പിന്നെ ശരീരത്തിൽ ഡോക്ടർമാർ കത്തിവെക്കാനും ദൈവം കത്തിവെക്കാനും ഇടയായാൽ ഞാനിങ്ങനെ സാക്ഷ്യം പറഞ്ഞോളാം. കത്തിവെക്കാൻ ഇടവരരുത്. ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടാകണം. അത് കഴിഞ്ഞാൽ പിന്നെ അവർ 6 മാസത്തേക്ക് ഗുളിക കൊടുത്ത്. അപ്പൊ ഓപ്പറേഷൻ വേണ്ടാന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഇപ്പം 6 മാസത്തേക്കുള്ള ഗുളിക കൊടുക്കുന്നുണ്ട്. ഇപ്പൊ യാതൊരു ഓപ്പറേഷൻ വേണ്ട എന്ന് ഡോക്ടർമാർ പറഞ്ഞു, എന്നാൽ ഗുളിക കഴിക്കുന്നുണ്ട്. അത്ര മാത്രമേ ഉള്ളൂ. അപ്പം അതൊരു വലിയ കാര്യമാണ്. കാരണം ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ ഇടത്ത് സഭ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ആ ഓപ്പറേഷൻ വേണ്ട എന്ന് പറയുന്നു. അതൊരു വലിയ ദൈവത്തിന്റെ കരം തന്നെയാണ്. മകൻ എന്താ ഉണ്ടായൊരു വിടുതല്? മകൻ മെഡിക്കൽ കോളേജ് കൊണ്ടുപോയതിനു ശേഷം എന്താ മെഡിക്കൽ കോളേജ് കൊണ്ടുപോകാൻ കാരണം? കരള് ഛർദി ആദ്യം വന്നേ. ഛർദി വന്നപ്പം ഞാൻ അന്നേരം മോളെ വീട്ടിലുള്ളത്. അവർ 2ാമത്തെ മോള് കൂട്ടി ആസ്പത്രിയിൽ പോയി. ആസ്പത്രിയിൽ ഡോക്ടർ പറഞ്ഞ് ഇങ്ങനെ കരള് പോയിന്. നിങ്ങൾ പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പരിഹാരത്തെ കൊണ്ടുവിടുന്നത്. അവൾ എന്നെ വിളിച്ചു പറഞ്ഞു ആടുന്ന് പിന്നെ അമ്മ ഇങ്ങനെയാ പറഞ്ഞ സീരിയസ് ആന്ന് പറഞ്ഞു. ആടുന്ന് ഡോക്ടറിനെ ആംബുലൻസ് വിളിച്ചു കൊടുത്ത്. ഞാൻ ചോദിച്ചെന്നാലും ഒന്ന് കണ്ണൂരിൽ കൊണ്ടേ കാണിച്ച് നോക്ക്, പിന്നെ എന്നാ പറയുന്നതെന്ന് അറിയാലോ എന്ന്. കണ്ണൂരിൽ നിന്ന് അവർ നോക്കിയിട്ട് പറഞ്ഞു അവർ വേഗം നിങ്ങൾ കോഴിക്കോട് പരിഹാരത്തെ കൊണ്ടുവിടുന്നത്. അതിന്റെ കാരണം എന്താ? അത്രത്തോളം സീരിയസ് ആയിരുന്നു. 4 ദിവസത്തെ അവധിയാ പറഞ്ഞത്. കരള് പോയിട്ട് 4 ദിവസത്തെ അവധി, അല്ലെങ്കിൽ പിന്നെ കരള് മാറ്റി വെക്കണം എന്ന് വെച്ചാൽ ഡോക്ടർമാർ പറയുന്നത് 4 ദിവസം കൂടെ ജീവിച്ചിരിക്കത്തുള്ളൂ. അത് കഴിഞ്ഞാൽ മരിച്ചു പോകുന്നതാണ്. അതെ, മരിച്ചു പോകും. വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് മരിക്കാന്ന്. വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വേണേ മരിച്ചു പോകുന്നത്.
അത്രത്തോളം സീരിയസ് ആയിരുന്നു. അത്രത്തോളം സീരിയസ് ആയിരുന്നു. അങ്ങനെ കണ്ണൂർ കോഴിക്കോട് വന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് ഇങ്ങനെ ഡോക്ടർ നോക്കിയാൽ പറഞ്ഞു പിന്നെ കരൾ മാറ്റി വെക്കണം. അതിന് കരൾ കണ്ടത് കൊടുക്കാന്ന്. പക്ഷെ അതിന് 40 ലക്ഷം റുപ്യ വേണം. 4000 രൂപ കയ്യിലില്ല ഡോക്ടറിന്. 40 ലക്ഷം രൂപ വേണ്ട ഇടത്ത് 4000 രൂപ പോലും കയ്യിലില്ല. അങ്ങനെ ആളെ ദിവസം പിന്നെ 3-ാമത്തെ ദിവസം ഡോക്ടർ ഞാനിങ്ങനെ പിന്നെ ജീസസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ മെസ്സേജ് ഇട്ടു. മെസ്സേജ് ഇട്ടിട്ട് സോളി സിസ്റ്ററാണ് മെസ്സേജ് എടുത്തത്. ഈ 3 ദിവസവും ഒരു ദിവസം 4 പ്രാവശ്യം രക്തം ടെസ്റ്റ് ചെയ്യും. ആ രക്തത്തിൽ അതിനൊന്നും ഒരു മാറ്റവും ഇല്ല. 3-ാമത്തെ ദിവസം ഡോക്ടർ സോളി സിസ്റ്റർ പ്രാർത്ഥിച്ചതിന് ശേഷം ഈ രക്തത്തിൽ മാറ്റം വന്നു. 4-ാമത്തെ ദിവസം അവർ പറഞ്ഞ് കുറച്ച് മാറ്റമുണ്ട്, അത് പ്രതീക്ഷിക്കൊന്നും വേണ്ട, എന്നാൽ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആടെ 2 ആഴ്ച കണ്ട് കിടക്കണമെന്ന് പറഞ്ഞ ഡോക്ടർമാർ 10 ദിവസം കൊണ്ട് പിന്നെ ഡിസ്ചാർജ് ആക്കി. ആ ദിവസം ഞാനിങ്ങനെ പിന്നെ രാവിലെയും വൈകുന്നേരം പ്രാർത്ഥനയിലും മെസ്സേജ് ഇടും. സോളി സിസ്റ്ററിൻ്റെ ദൈവത്തിൻ്റെ അനുഗ്രഹം എടുക്കല്, പ്രാർത്ഥിക്കല്. ആ സമയത്ത് 10 ദിവസം കൊണ്ട് പിന്നെ ഡിസ്ചാർജ് ആക്കി. പക്ഷെ കർത്താവിന്റെ അനുഗ്രഹത്താൽ ഇന്നും ജീവിക്കുന്നു. ഇന്ന് എൻ്റെ പരം വന്നിട്ടുണ്ട്. കൈകൾ അടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. കൂടാതെ ഈ മകളും വന്നിട്ടുണ്ട്. പിന്നെ എന്നെ പ്രാർത്ഥനയ്ക്ക് എതിർക്കുന്ന ഭർത്താവും വന്നിട്ടുണ്ട്. മകളും വന്നിട്ടുണ്ട്. പ്രാർത്ഥനയിൽ എതിർക്കുന്ന ഹസ്ബൻഡ് ഇന്ന് മീറ്റിംഗ് വന്നിട്ടുണ്ട്. അപ്പം അതിന്റെ കാരണം മോൾക്കൊരു വീടുതലുണ്ടായി, ഓപ്പറേഷൻ പറഞ്ഞിടത്ത് കർത്താവിന്റെ പ്രവൃത്തി ഉണ്ടായി. മകന്റെ ജീവിതത്തിൽ 4 ദിവസമേ ജീവിക്കത്തുള്ളൂ എന്ന് പറഞ്ഞിടത്ത്, അത് മാത്രമല്ല കരൾ മാറ്റി വെക്കണമെങ്കിൽ 40 ലക്ഷം രൂപയോളം വേണം. അമ്മയുടെ കയ്യിൽ 4000 രൂപ പോലും ഇല്ല. പക്ഷെ ആ സാഹചര്യങ്ങളിലും മകനെ കർത്താവ് സൗഖ്യമാക്കുവാനായി തുടങ്ങി. ഇന്ന് പകൽ ഞങ്ങളെ കാണുന്ന അനേക ദൈവമക്കളുണ്ട്. ഈ മക്കൾക്ക് 2 അത്ഭുത വിടുതൽ കർത്താവ് ചെയ്തു. ഈ കർത്താവിനെ കുറിച്ച് അമ്മയ്ക്ക് എന്താ ഒരു വാക്ക് പറയാനുള്ളത്? അത് വർണ്ണിക്കാനാകത്തില്ല. കാരണം അത്രത്തോളം വലിയവനാ നമ്മുടെ കർത്താവ്. അങ്ങനെയെങ്കിൽ എല്ലാവരും കൈകളെ അടിച്ചു പറഞ്ഞേ, നമ്മുടെ കർത്താവ് ഒരത്ഭുതം, ഒരനുഭവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നൽകുമ്പോൾ അതിനെ വിലപ്പെട്ടതെന്ന് ചിന്തിക്കുന്ന ദൈവമക്കൾ, ഞങ്ങളെ യൂട്യൂബിൽ കാണുന്ന, ഫേസ്ബുക്കിൽ കാണുന്ന, അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ എല്ലാവരും കൈകളെ അടിച്ചു പറഞ്ഞേ, നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. നമ്മുടെ കർത്താവ് വാക്ക് പറഞ്ഞിട്ട് മാറുന്നവനല്ല.